നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ 10% ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ 10% ക്രൈസ്തവ ജനസംഖ്യയാണ് നിലമ്പൂരിലുള്ളത്. ഈ വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ ആ വോട്ടുകളെല്ലാം ആര്യാടന് തന്നെ ലഭിക്കും. എന്നാൽ ഇപ്പോൾ മോഹൻ ജോർജ് എന്ന പുതിയ ഒരു കേരള കോൺഗ്രസ്സുകാരൻ BJP സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തതോടെ ഈ ക്രൈസ്തവ വോട്ടുകൾ എവിടെ ചെല്ലും? ഇതാണ് കോൺഗ്രസിനെ അകറ്റുന്ന ഒരു അന്തരീക്ഷം. കോൺഗ്രസിനെ മാത്രമല്ല CPM-നെയും അത് ഭയപ്പെടുന്നുണ്ട്. കാരണം ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയില്ല, BJP-യിലേക്ക് പോയാൽ ഈ പറയുന്ന പോലെ സ്വരാജിന് അവിടെ പിടിച്ചു കയറാൻ കഴിയും. എന്നാൽ ക്രൈസ്തവ വോട്ടുകൾ വിഭജിച്ചു പോയാൽ, UDF-നും BJP വേണ്ടി വിഭജിച്ചു പോയാൽ സ്വരാജ് പിടിച്ചു കയറാൻ അല്പം ബുദ്ധിമുട്ടും. ഇത് LDF-നും അറിയാം. ഏതായാലും BJP വോട്ടുകൾ ഏറ്റവും വലിയ തലവേദനയാകുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിനോട് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അത്ര വലിയ താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞ വിവരമാണ്. ആര്യാടൻ മുഹമ്മദിനോടുണ്ടായിരുന്ന ഒരു അടുപ്പം ആര്യാടൻ ഷൗക്കത്തിനോട് അവിടുത്തെ നിലമ്പൂരിലെ ക്രൈസ്തവ സമൂഹത്തിനില്ല. കാരണം ആര്യാടൻ ഷൗക്കത്ത് വളരെ കർശനമായ ലീഗ് വിരുദ്ധ നിലപാടുകൾ എടുത്തിട്ടില്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കർശനമായ ലീഗ് വിരുദ്ധ നിലപാടുകൾ അദ്ദേഹം എപ്പോഴും എടുക്കും. പാണക്കാട് തങ്ങളെ അടക്കം വെല്ലുവിളിക്കും. പാണക്കാട് തങ്ങൾ എൻ്റെ നേതാവൊന്നുമല്ല, എൻ്റെ നേതാവ് സോണിയാഗാന്ധിയാണെന്ന് പരസ്യമായി പറയുകയും ലീഗാണ് കേരളത്തിൽ വർഗീയത സൃഷ്ടിക്കുന്നതെന്ന് വരെ പറയാൻ ധൈര്യം കാണിച്ച നേതാവാണ് ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തിൻ്റെ പിതാവ്. അതുകൊണ്ട് ആര്യാടനോട് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് നല്ല മാനസികമായ അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ആര്യാടൻ മുഹമ്മദിനോടൊരു ഒരു മാനസികമായ അടുപ്പം ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനോട് ആ അടുപ്പമില്ല. അവിടെയാണ് ഈ ഷൗക്കത്ത് പ്രതിസന്ധി നേരിടുന്നത്. ഈ ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ചതുഷ്കോണ മത്സരമൊക്കെ വരുമ്പോൾ വളരെ കുറഞ്ഞ വോട്ടുകൾ പോലും വളരെ നിർണായകമാണ്. ചതുഷ്കോണ മത്സരത്തിൻ്റെ പ്രത്യേക ത്രികോണ മത്സരത്തിൽ പോലും വളരെ നിസ്സാരമായ വോട്ടുകൾ പോലും വിധി നിർണ്ണയിക്കും. അതാണ് ഈ ചതുഷ്കോണ മത്സരം, ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴുള്ള പ്രശ്നം. അതേസമയം രണ്ട് ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികൾ നമ്മൾ നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വോട്ടുകൾ ഒഴുകുന്നത് എങ്ങോട്ടാണെന്നുള്ളത്. പക്ഷേ ഈ ചതുഷ്കോണ ത്രികോണ മത്സരത്തിലുള്ള പ്രത്യേകത വോട്ടുകൾ എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ ഷൗക്കത്ത് നേരിടുന്ന പ്രതിസന്ധി അതാണ്, കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി അതാണ്. ഈ പറഞ്ഞ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് തിരിയും? അത് സ്വരാജിന് അനുകൂലമായിട്ട് കുറച്ച് തിരിഞ്ഞു, ഷൗക്കത്തിന് അനുകൂലമായിട്ട് കുറച്ച് തിരിഞ്ഞു, ഇനി BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് കുറച്ച് തിരിഞ്ഞു. അൻവറിന് അനുകൂലമായിട്ട് പോവുകയാണെങ്കിൽ, 4 സ്ഥാനാർത്ഥികൾ വേണ്ടി തിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ അടിയായിരിക്കും. കാരണം ക്രൈസ്തവ വോട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത്. ആര്യാടൻ ഷൗക്കത്തും ക്രൈസ്തവ വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. അപ്പോഴാണ് BJP ഈ തന്ത്രം പുറത്തിറക്കുന്നത്. ഒരു പഴയ കേരള കോൺഗ്രസ്സുകാരനെ, ക്രൈസ്തവനായ കേരള കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി അവിടെ പ്രഖ്യാപിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥിയായിട്ട് ക്രൈസ്തവനെ പ്രഖ്യാപിച്ചതോടെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിന് പെട്ടെന്ന് മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ള ഭീതി കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിച്ചു. ക്രൈസ്തവ വോട്ടെന്ന് പറഞ്ഞാൽ വോട്ടില്ലെന്നും ഇതെല്ലാം പൗരന്മാരുടെ വോട്ടാണെന്നൊക്കെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാം ക്രൈസ്തവ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പോയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് എത്തരത്തിൽ തിരിയും, അല്ലെങ്കിൽ സ്വരാജ് എത്ര പോകും, എത്ര ശതമാനം പോകും, ഇതിനെക്കുറിച്ചൊക്കെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിന് വലിയൊരു ഭീഷണിയാകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.